നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് നിങ്ങൾ തംബ്നെയിലിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നോറ ജിൻഡോ ബന്ധം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് ഇന്നലെ എൻ്റെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ആ ടോപ്പിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കത് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും കിട്ടിയില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയണമെന്നറിയോ, എല്ലാവരും മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ അടിസ്ഥാനം തന്നെ അതിലുള്ള കണ്ടസ്റ്റൻസിന്റെ കോൺട്രവേഴ്സിയാണ്. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രവേഴ്സിയാണ് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള മൈലേജും ഈ ഷോന്റെ മൈലേജും അവർ ശ്രദ്ധിക്കപ്പെടുന്നതും എല്ലാം കോൺട്രവേഴ്സിയാണ്. പക്ഷെ ആ കോൺട്രവേഴ്സിക്ക് ഒരു നിലവാരമുണ്ട്. ആ നിലവാരം വിട്ടുള്ള കോൺട്രവേഴ്സി വരുന്ന സമയത്താണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നതും അത് പിന്നീട് ഒരു പ്രശ്നമാവുന്നതും അതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർക്കും അവരുടെ ഫാമിലിക്കൊക്കെ ഇഷ്യൂസ് ആയി വരുന്നത്. ബേസിക്കലി കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ബിഗ് ബോസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു സംഗതി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ നോറേന്റെയും ജിൻഡോന്റെയും ഇഷ്യൂ കാണട്ടോ. അതിന് മുന്നേ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പെട്ടെന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര ഓരോരുത്തർ പല ആൾക്കാരും പല ഡിസിപ്ലിനിലും വന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഒരാളും ഇത്രത്തോളം നമ്മൾ ഈ വൃത്തിയും വെടുപ്പും മാത്രമല്ല, ഒരു എന്താ പറയുക ഹൈജീൻ എങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാന്നറിയില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ അവനാൻ വീട്ടിൽ നിന്ന് പഠിക്കുന്നു വളർന്നു വരുന്ന സിറ്റുവേഷനിൽ നിന്ന് വരുന്നതാണ്. വീട്ടുകാരെ പറയല്ല കേട്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണിച്ചു തരാം. ഇന്ന് രാവിലെ ജാസ്മിൻ ജാഫറും പിന്നെ മറ്റേ അപ്സരയും കൂടി കിച്ചണിലിരുന്ന് ചായ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ളൊരു സംഗതി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ഇട്ടതാണ് അവർ. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷ്വൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കൂ എന്ത് ടൈപ്പ് ആൾക്കാർ, എത്രത്തോളം ഹൈജീനും ഇതുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതെന്നുള്ളത്. ഞാൻ ജാസ്മിനെ തന്നെയാണ് പറയുന്നത്, കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്തത് ജാസ്മിനാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എന്താ പറയല്ലേ, നമ്മുടെ വീട്ടിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിൽ അല്ലേ, നമ്മുടെ ഹസ്ബൻഡും വൈഫും കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കയ്യിൽ ചായ ഉള്ള സമയത്ത് നമുക്കൊരു തുമ്മൽ വരുമ്പോൾ നമ്മൾ തല തിരിച്ച് പിടിക്കില്ലേ. ഒരു വളരെ ബേസിക് മാനേഴ്സ് പറഞ്ഞാൽ വളരെ ബേസിക് മാനേഴ്സാണ്. അതാ ഞാൻ പറയാം, വളർത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ പറയല്ല. അയ്യേ, ഇതൊന്നും ആ കുട്ടിക്ക് ഒരു മനുഷ്യനും പറഞ്ഞു കൊടുത്തിട്ടല്ലത്. ഇതൊന്നും ശ്രദ്ധിക്കില്ലേ. ഞാൻ ഇത് കണ്ട സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞ് ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടൊന്ന് പരദൂഷണ കളി കളിക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ കോണ്ടന്റ് കിട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ആകെ ഇതായിപ്പോയി. ആ അപ്സര അത് കണ്ടിട്ട് അത് ഇഷ്യൂ ആക്കാതെ വിട്ടിട്ടുണ്ട്. ഇഷ്യൂ ആക്കാന്നല്ല, ഇത് ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ബേസിക്കലി ഇത് കണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ഇതാണ് ഇന്നത്തെ ഈ ചായയാണ് അവരിന്ന് കുടിച്ചിട്ടുള്ളത്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്തുകൊണ്ടോ സീരിയസ്ലി പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. എന്തോ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി വീഡിയോയിലൂടെ. ഒന്നത്. ഇനി കമ്മിങ് ടു നോറ ആൻഡ് ജിൻഡോ ബന്ധട്ടോ. അതായത് ഇപ്പൊ ഈ ഒരു ഫോട്ടോ ശരിയാണ്, ജിൻഡോന്റെ സ്റ്റോറിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു ഫോട്ടോ പൊങ്ങി വരാനുള്ള റീസൺ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ റീസൺ പറഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ഇവർക്ക് ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ജിൻഡോനെയും അവിടെ നോറനെയും ഹൈലൈറ്റ് ചെയ്യണം. കാരണം ഇവർ തമ്മിൽ പുറത്തുനിന്ന് കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്കൊക്കെ ഇത് പല ആൾക്കാരും തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത് 100% ഷുവറാണ്. ജാസ്മിന്റെയും നോറയുടെയും ബന്ധം ഞാൻ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആ മറ്റേ ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ആപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല. അത് ഇവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ ജാസ്മിന്റെ എക്സ് ലവേഴ്സ് അവരെല്ലാവരും എക്സ് കാമുകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആപ്പ് ത്രൂവാണ് ഇവരൊക്കെ ബന്ധപ്പെട്ടുള്ളത്. എന്താണ് ആപ്പിന്റെ സിറ്റുവേഷൻ അറിയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ കണക്റ്റഡ് ആണ്. അതിന് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ജിൻഡോയുടെ സ്റ്റോറിയും കൂടി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇവർ കളിക്കുന്ന കളിയൊക്കെ പല സിറ്റുവേഷനിലും കാണുന്ന സമയത്ത് ആവശ്യമില്ലാതെ ഓവർ ആവുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തേക്ക് വരരുത് പറഞ്ഞിട്ട് നോറ ഒന്നുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജിൻഡോനോട് ചെയ്യുന്നത് എന്തുകൊണ്ടോ ഓവർ ആവുന്നത്. പിന്നെ ജിൻഡോന് അത്ര നന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കേട്ടോ. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ജിൻഡോന് ആ രീതിയിൽ അഭിനയിക്കാനുള്ള കഴിവ് ജിൻഡോനില്ല. മുഖത്ത് രസങ്ങളും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതലായിട്ടൊരു ആർട്ടിഫിഷ്യാലിറ്റി അവിടെ വരുന്നുണ്ട്. ഞാൻ പല കേസിലും ജിൻഡോന്റെ കാര്യത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ജിൻഡോ ആത്മാർത്ഥതയില്ലാത്ത പറയുന്ന കാര്യങ്ങൾ അയാളുടെ മുഖത്തുനിന്ന് അയാൾക്ക് അഭിനയവും കാര്യങ്ങളും വശമില്ലാത്തതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പെറുക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പല സിറ്റുവേഷൻസിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ ഹൈപ്പ് കൊടുക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ അങ്ങനത്തെ ഒരു കോണ്ടന്റ് ജിൻഡോ തരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ തരുന്ന ഇന്നലെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആവശ്യമില്ലാത്ത ഷോ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ്, ഇവർ തമ്മിൽ പുറത്ത് ബന്ധമുണ്ട് എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ ജാസ്മിനും നോറയും തമ്മിൽ അവിടെ ബന്ധമുണ്ട്. ജിൻഡോയും ഈ നോറയുടെയും ഫോട്ടോ വന്ന സ്ഥിതിക്ക് അവർ ബന്ധമുണ്ട് എന്നുള്ളതിനാണ് അതിന് മനസ്സിലാവുന്നത്. പിന്നെ രശ്മിൻ്റെ ഒരു കണക്ഷൻ പറയുന്നുണ്ട്.
ഇനിയിപ്പോൾ ഗബ്രി ഇതിലുണ്ട് എന്നുള്ളത്, ഇപ്പോൾ ഗബ്രിയും ജാസ്മിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്ന സംഗതികൾ കാണുന്ന സമയത്ത് ഇവർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഉള്ളിൽ തന്നെ പുറത്തുനിന്ന് തന്നെ ഉറപ്പിച്ച് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ലവ് ട്രാക്ക് മാത്രമായിട്ട് ആദ്യം ഫീൽ ചെയ്തെങ്കിലും പിന്നീട് സംഭവിക്കുന്നു. ഇപ്പോൾ ജാസ്മിന് ഒരു ബ്രേക്കപ്പ്, 2 ബ്രേക്കപ്പ്, 1 എക്സ് ലവർ, 2 എക്സ് ലവർ, 3 എക്സ് ലവർ, എത്ര എക്സ് ലവേഴ്സ് ഉണ്ട് എന്നറിയില്ല ഈ 10-23 വയസ്സിലിടയ്ക്ക് അല്ലേ. ഇപ്പോൾ ഒരാളെ തന്നെ പ്രേമിച്ചുകൊണ്ട് നടക്കണം നമ്മളാരും പറയുന്നില്ല, അത്ര രീതിയിലുള്ള സദാചാരം പറയല്ല. പക്ഷെ എന്നാലും ബേസിക്കലി ഒരു മനുഷ്യൻ തന്നെ ഒരാളുടെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആത്മാർത്ഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കാലം നമുക്ക് കൊണ്ടുപോകാൻ തോന്നും. ഇതിങ്ങനെ ബ്രേക്കപ്പ് വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാളായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഉറപ്പിച്ചിട്ടും ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഗബ്രീനായിട്ട് ഒരു പക്ഷേ പുറത്തുനിന്ന് ഇതുപോലുള്ള അറേഞ്ച്മെന്റ് ഉണ്ടോയെന്നല്ല, പക്ഷെ അവരുടെ കളികൾ കാണുന്ന സമയത്ത് ഇപ്പോൾ കളി കാര്യമായ പോലെയാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർ തമ്മിൽ എവിടെയോ ഒരു ഉള്ളിലുള്ളതുകൊണ്ട് വളരെ ഒന്നും കൂടി ഒരു ഇഷ്ടം അവിടെ ഉള്ളിൽ വന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. പല ആൾക്കാരും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിനെ തോന്നുന്നുണ്ട്. എന്തോ ഒരു ബന്ധം അവർ തമ്മിൽ വന്നിട്ടുണ്ട്, എന്തോ ഒരു സോഫ്റ്റ് കോർണർ, ഒരു പ്രത്യേക ഫീലിങ്സ്. ഫ്രണ്ട്സ് തമ്മിൽ മാത്രമല്ല ഓപ്പോസിറ്റ് സെക്സ് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളത് ഓട്ടോമാറ്റിക്കലി സംശയിച്ചു പോകും. കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന ആക്റ്റും അങ്ങനെ തന്നെയാണ്. ഇനിയും അത് പറയുന്നില്ല, നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ജാസ്മിനും ഗബ്രി അവിടെ കണക്ഷൻ ഉണ്ടാവുന്നു, പിന്നെ ജിൻഡോ നോറ ഈ കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് അവർ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കാണിക്കുന്നുള്ള ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചീപ്പാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ നമ്മളിതിന് കഴിഞ്ഞ സീസൺ 5 ഈ ഷിജുവും മാരാരും തമ്മിലുള്ള ബന്ധം, ഈ ഒരു ബന്ധം അത് അവരോട് ആ ബന്ധം അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആക്ടിങ് ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പുറത്ത് വന്നതിന് ശേഷവും ഷിജുവിനായിട്ടുള്ള മാരാരുടെ ഈ ബന്ധവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എല്ലാ സീസണും കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ഡിസ്കഷൻ കണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ഡിസ്കഷൻ കണ്ട സിറ്റുവേഷനിൽ അവർ തമ്മിൽ ബന്ധം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവർ ഗെയിം കളിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷെ ഇവരെ കളി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യലായിട്ട് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതായിട്ടുള്ള കോപ്രായങ്ങളാണ് കംപ്ലീറ്റ് സീസൺ 6 തോന്നുന്നു. സീസൺ 6 മാറ്റിപ്പിടിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ടല്ലേ അറിയപ്പെട്ടിരുന്നത്, അതെ ന്യൂ നോർമൽ പിന്നെ ഒറിജിനൽസ്. അപ്പോൾ കഴിഞ്ഞ സീസൺസ് ഒറിജിനൽസ് പറഞ്ഞിട്ട് ഇപ്രാവശ്യം അതിനെ മാറ്റിപ്പിടിച്ചു എന്ന് ബിഗ് ബോസ് പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒറിജിനൽസ് എന്ന് മാറിയിട്ട് അട്ടർ ഡീപ്പ് ഫേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പുറത്തുനിന്ന് കംപ്ലീറ്റ് ഒപ്പിച്ചു വെച്ച കണ്ടസ്റ്റൻസ്, ഉള്ളിൽ കളിക്കുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുടെ സഹായത്തോട് പറഞ്ഞു കൊടുക്കുന്ന ബിഗ് ബോസ്, എല്ലാ കാര്യങ്ങളും കൊണ്ടും പിന്നെ ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ ഇടിച്ച് മുഖം അടിച്ചു തെറിപ്പിച്ച് പുറത്തു പോയൊരു വ്യക്തി, ആ വ്യക്തിനെ ഉടനെ തന്നെ പുറത്തു വിട്ടതിന് ശേഷം അയാൾക്കൊരു പരിവേഷം കിട്ടത്തക്ക രീതിയിൽ ഒരു 4-5 ദിവസം സീക്രട്ട് റൂമിൽ അവിടെ ഇവിടെ ഇരുത്തിയിട്ടോ ഒരു ശിക്ഷ കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ ഇയാൾ പിറ്റേഴ്സ് തന്നെ പിരിച്ചു വിടുന്നു. ലാലേട്ടൻ വരാൻ ആ ഒരു എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. റോബിനൊക്കെ കാണിച്ച ഓർമ്മ ഉണ്ടല്ലോ, അതൊക്കെ മുൻനിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടോ, നേരെ പുറത്തു വിടുന്നു അല്ലേ. പുറത്ത് വന്നതിന് ശേഷം പിന്നെ അതിനിടയ്ക്ക് ആ ഒരു കേസോ കാര്യങ്ങളോ ഒരു വസ്തു അവിടെ ഇല്ല, ഒരു പണിഷ്മെൻറ്റോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ഫേക്ക്, മൊത്തം ഒരു ഫേക്ക് കളി, ഒറിജിനൽസ് മാറ്റി പിടിച്ചിട്ടുള്ള സീസൺ എന്ന് പേരും പറഞ്ഞു വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫേക്കായിട്ട് കളിക്കുന്ന രീതിയിൽ എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഉള്ളിൽ നടക്കുന്ന സംഗതികൾ പുറത്തേക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ കോണ്ടന്റ് മര്യാദയ്ക്ക് ആൾക്കാർക്ക് എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പുറത്ത് PR ടീംസ് വളരെ സജീവമാണ്. പുറത്ത് PR ടീംസ് എന്ത് ചെയ്യുന്നു, ഉള്ളിലുള്ളതിനെ യോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള കോൺട്രവേഴ്സി ഇവിടെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നു. പുറത്ത് ഈ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഉള്ളിൽ നടക്കുന്ന സംഗതിയും ഹൈലൈറ്റായി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനെ കുറിച്ചെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അത് യൂട്യൂബിൽ ട്രെൻഡിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ടോപ്പിക്കായിട്ട് ഈ സംഗതി ട്രെൻഡ് ചെയ്ത് വരുന്നു. എല്ലാവരും ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു. ഇപ്പോൾ ജാസ്മിൻ ഈ നോറേനെ ആണെങ്കിലും ഈ ജിൻഡോനെ ആണെങ്കിലും ഇത്ര വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും അവിടെ അതിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, പുറത്ത് ഈ ഫോട്ടോ വന്നതോടുകൂടി ഇന്ന് മുഖ്യ റിവ്യൂവേഴ്സും പിന്നെ എല്ലാവരും കമന്റ് ബോക്സ് കംപ്ലീറ്റ് ഇവരുടെ ബന്ധമാണ്, ഇവർ തമ്മിൽ ബന്ധമുണ്ട്, ഈ ബന്ധം കൊണ്ട് പൊളിക്കുകയാണ്, ഈ രീതിയിൽ മാത്രമേ ചർച്ച വരുന്നുള്ളൂ. ഇതൊക്കെ അൺവാണ്ടഡ് അല്ല വാണ്ടഡ് ആയിട്ട് ഉള്ളിലത്തെ കാര്യങ്ങളും ഉള്ളിലത്തെ കോണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് പുറത്ത് PR വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു ആക്ട് മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കേട്ടോ.